ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇറ്റ്സ് മീ നസ്നിയാസ്. അപ്പോൾ അതാ ഇന്ന് ഞായറാഴ്ചയാണ് കേട്ടോ. ഞായറാഴ്ച പിന്നെ ഇവിടെ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ലല്ലോ. ഏറ്റവും വൈകി എണീക്കുന്ന ഒരു ദിവസമാണ് കേട്ടോ ഞായറാഴ്ച എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. എനിക്കിപ്പോൾ ഏകദേശം എല്ലാ ദിവസവും ഞായറാഴ്ച തന്നെയാണ്. അപ്പോൾ തന്നെ ഞാൻ രാവിലെ എണീറ്റ് വന്നപ്പോൾ തന്നെ ഇന്ന് അടുക്കളയിലേക്കാണ് കേട്ടോ കയറാൻ പോകുന്നത്. അടുക്കളയിൽ എന്തൊക്കെയാണെന്ന് അറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതാ ഉമ്മച്ചി എനിക്ക് പാലൊക്കെ കാച്ചി വെച്ചിട്ടുണ്ട്, ചായ വെച്ചിട്ടുണ്ട്, അതാ മട്ടൻ കറി അടുപ്പത്തായിട്ടുണ്ട്. മട്ടൻ കറി അടുപ്പത്ത് ആയിക്കൊണ്ടിരിക്കുന്നു. പിന്നെ അത് ഉമ്മച്ചി പത്തിരിയും ഇതൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ടേബിൾ മേക്കൊന്നും നോക്കണ്ട, അതിൻ്റെ എക്സാം കഴിയണവരെ എൻ്റെ ടേബിളായിരിക്കും കേട്ടോ. അത് എൻ്റെ സ്റ്റഡി ടേബിളായിരിക്കും കേട്ടോ, ഡൈനിങ് ടേബിൾ. മുട്ടക്കാകെ വാരി വലിച്ചിട്ടേക്കാണ് കേട്ടോ. അപ്പോൾ ഞാൻ എണീറ്റ് വന്നപ്പോൾ ഇക്കാക്കനെ ഏതാനും പല്ലൊക്കെ തേപ്പിച്ച് ചായയൊക്കെ കൊടുത്തൊക്കെ എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. മദ്രസയിൽ പോകാനായിട്ട് ഞാൻ മദ്രസയിൽ പോകാൻ ഞാൻ വിട്ടുപോയിട്ടോ. പിന്നെ എന്തെങ്കിലും ചെയ്ത് കൊടുക്കണ്ടേന്ന് വിചാരിച്ചിട്ടുണ്ട്. അത് ആ മുടിയൊക്കെ കെട്ടി പറതൊക്കെ ഇട്ട് റെഡിയാക്കാൻ കേട്ടോ നേതാനെ. എനിക്ക് എന്താ പറയുക, എനിക്കിപ്പോൾ എണീക്കാനായിട്ട് ഭയങ്കര മടിയാണ് കേട്ടോ. അതങ്ങോട്ട് ശീലിച്ച് പോയി. കുറേ ആയല്ലോ ഞാൻ ഡെലിവറി കഴിഞ്ഞിപ്പോൾ 90 ആവാനായിട്ടുണ്ട് കേട്ടോ. ഇനി 2 ദിവസം കൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 3 മാസമായിട്ടോ. ദിവസം എണ്ണി നോക്കുകയാണെങ്കിൽ ഇന്നലെ 90 ദിവസമായിട്ടോ. അല്ലെങ്കിൽ മന്ത് ഇങ്ങനെ നോക്കുകയാണെങ്കിൽ മാർച്ച് 14 ആയിരുന്നല്ലോ. അപ്പോൾ ജൂൺ 14 ആകുമ്പോൾ 3 മാസം കംപ്ലീറ്റ് ആവാണ് കേട്ടോ. മാഷാ അല്ലാഹ്, പെട്ടെന്ന് തന്നെ പോയ പോലെ എനിക്ക് തോന്നിയിട്ടോ. അങ്ങനെ ഏതാനൊരു കണക്കിന് റെഡിയാക്കിയൊക്കെ വിട്ടിട്ടുണ്ട്. അപ്പോൾ മദ്രസയിൽ പോകാൻ വേണ്ടിയിട്ട് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ മദ്രസയിൽ പോകാനായിട്ട്. സ്കൂളിൽ പോകണത് ഇപ്പം അത്ര വലിയ ഇഷ്ടമല്ല കേട്ടോ. സ്കൂളിൽ തുറന്നപ്പോൾ തന്നെ ഇതൊക്കെ മടിയായിട്ടോ സ്കൂളിൽ പോകാനായിട്ട്. മദ്രസയിൽ പോയി വന്ന പോലെയാണ് കേട്ടോ. പെട്ടെന്ന് തന്നെ വരും കേട്ടോ. ഇപ്പോൾ പോണ പോലെ തന്നെ തിരിച്ചും പെട്ടെന്ന് മദ്രസ കഴിഞ്ഞ് വേഗം തന്നെ വരും കേട്ടോ. അങ്ങനെ നെതാപ്പി കൊടയൊക്കെ പിടിച്ചിട്ട് മദ്രസയിൽ പോകുന്നുണ്ടായി. കാക്കുള്ളോണ്ടിട്ട് ഇന്ന് കൊണ്ടുവന്ന് ആക്കുകയും വിളിക്കുകയൊക്കെ ചെയ്തുള്ളൂ. അതുകൊണ്ട് ചെറിയൊരു സമാധാനം ഉണ്ട് കേട്ടോ. അല്ലെങ്കിലും ഞാൻ പോലില്ല കേട്ടോ മദ്രസയിലാക്കാനായിട്ട്. അപ്പുറത്തെ വീട്ടിലെ ഉമ്മ ഇല്ലെങ്കിൽ അയത്തായിട്ടോ കൊണ്ടുവന്ന് ആക്കുകയും വിളിക്കുകയൊക്കെ ചെയ്യാം. അങ്ങനത്തെ ആ കുഞ്ഞിപ്പെണ്ണും ഞാൻ എണീക്കുന്നതിന് മുമ്പാണ് എണീച്ചിട്ട് ഇവിടെ കിടക്കണുണ്ട് കേട്ടോ. ഇത് ഇപ്പം കാക്ക പോണതിന് മുമ്പൊക്കെ എടുത്തിയതാണ് കേട്ടോ. കുറച്ച് വെട്ടം വെളിച്ചൊക്കെ കേട്ടിട്ട് എന്ന് വിചാരിച്ചിട്ട് ഇവിടെ കെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഉറക്കമൊക്കെ വരുന്നുണ്ട്. ഇന്ന് കുഞ്ഞിപ്പെണ്ണിൻ്റെ കുളിയൊക്കെ വഴുകും കേട്ടോ. അപ്പോൾ ഉമ്മച്ചി രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞിട്ട് അത് അടുക്കളയൊക്കെ ക്ലീനിങ്ങിലാണ്. അപ്പോൾ ആ ഗ്യാപ്പിൽ ഞാൻ പോയിട്ട് ബ്രഷൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ. ബ്രഷൊക്കെ ചെയ്ത് ഞാൻ പിന്നെ അവിടുത്തെ ചായ കുടിക്കാമെന്ന് വിചാരിച്ചു. കാരണം ഒന്നാമത് ലേറ്റായിട്ടാണ് എണീറ്റത്. അപ്പോൾ പിന്നെ ഇനി ചായ കുടിക്കാനായിട്ട് ഇനി പ്രത്യേകിച്ച് ലേറ്റ് ആവണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ചായ കുടിക്കാൻ വേണ്ടി പോകാൻ കേട്ടോ. അപ്പോൾ ഇക്കാക്ക അവിടെ നിന്ന് ചായ കുടിക്കുന്നുണ്ട്. അപ്പോൾ ഉമ്മച്ചിനെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഉമ്മച്ചി ഒരു പണി ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കും കേട്ടോ. അപ്പോൾ ചായ കുടിക്കാൻ വിളിച്ചാലൊന്നും വരില്ല. അങ്ങനെ ഉമ്മച്ചി എടുത്തും ചായ കുടിച്ചിട്ട് ഞാൻ കൊച്ചുക്കത്തെ പണിയൊക്കെ തുടങ്ങാമെന്നും പറഞ്ഞിട്ട് ഞാൻ എനിക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് ഞാൻ എടുക്കാൻ കേട്ടോ. അപ്പോൾ മട്ടനായിരുന്നു കേട്ടോ. മട്ടനും പത്തിരി ആയിരുന്നു കേട്ടോ രാവിലത്തേക്കുള്ള ബ്രേക്ക്ഫാസ്റ്റ്. അങ്ങനെ ഞാൻ കാക്കിയിരുന്ന് കഴിക്കാണ്ട് ഇടയിൽ ഉമ്മിച്ച് വന്ന് കഴിച്ച് ഞങ്ങൾ എന്ത് ചെയ്ത് കുറച്ച് നേരം TV ഒക്കെ ഒന്ന് അങ്ങോട്ട് കണ്ടിരുന്ന് പോയിട്ടോ. ഒന്നാമത്തെ കാര്യം ഒരു 9:30-10 മണിയായി ചായ കുടിക്കാൻ വേണ്ടിയിട്ട് ഇരുന്നപ്പോൾ. അപ്പോൾ TVയും കൂടി കണ്ടിരുന്നപ്പോൾ എന്താണ് ഒരു 11-11:30 ആയി. അപ്പോൾ എനിക്ക് ഇഷ്ടമാണ് കേട്ടോ ഈ വലിയ മീനും ഇങ്ങനത്തെ ചെമ്മീനൊക്കെ. കുഞ്ഞു ചെമ്മീൻ നന്നാക്കണമെന്ന് എനിക്ക് ഇഷ്ടമില്ല കേട്ടോ. അതിനുള്ള ക്ഷമയൊന്നും എനിക്കില്ല. വലിയ ചെമ്മീനൊക്കെ നന്നാക്കാൻ എനിക്ക് ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഭയങ്കര ഐസായിട്ടിരിക്കണം. അപ്പോൾ ഇക്കാക്കനെ നീ അത് അവരിട് ഐസ് പോട്ടെ എന്ന് പറഞ്ഞിട്ട് ഇതാക്കിയപ്പോൾ ഞാൻ പിന്നെ അവിടെ മുട്ടയൊക്കെ ഇരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ എടുത്ത് വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇക്കാക്ക അതിൻ്റെ ഇടയിൽ വർക്ക് ഏരിയയൊക്കെ ക്ലീനിങ് ആയിരുന്നു കേട്ടോ. വർക്ക് ഏരിയയൊക്കെ ക്ലീൻ ചെയ്തിട്ട് ഇരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ അതിൻ്റെ ഇടയിൽ ഫ്രിഡ്ജിൽ ഇതൊക്കെ ഒന്ന് ഒതുക്കി വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാനിത് കണ്ടപ്പോഴാണ് കേട്ടോ. ഞാൻ എപ്പോഴും ഇപ്പോൾ പുതിയ വീഡിയോ ഒക്കെ കണ്ടിട്ടില്ലേ, ഫ്രിഡ്ജിൻ്റെ സൈഡിൽ നാരങ്ങയൊക്കെ ഇരിക്കുന്നത്. ഞങ്ങൾ ഫ്രിഡ്ജിൻ്റെ സൈഡിലല്ലേ എപ്പോഴും ഉണ്ടാവും കേട്ടോ. ഉണങ്ങിയ ചീര നാരങ്ങയൊക്കെ ഫ്രിഡ്ജിൻ്റെ സൈഡിൽ ഡോറും ഉണ്ടാവും കേട്ടോ. അപ്പോൾ പിന്നെ എങ്ങനെയൊക്കെയോ വലിച്ച് പറിച്ചൊക്കെ അത് വിടിയിപ്പിച്ച് ഞാൻ ചെമ്മീൻ നന്നാക്കാമെന്ന് വിചാരിച്ചിട്ട്. പക്ഷേ ഇതിന് ഇരട്ടി പണിയാണ്. ഇതിൻ്റെ ഉള്ളിലൊരു വേസ്റ്റ് ഉണ്ടാവില്ല, അത് കളഞ്ഞിട്ട് അത് ഞാൻ കളയില്ല കേട്ടോ. അതിൻ്റെ പണി ഉമ്മിച്ചിക്ക് വെച്ചിട്ട് ഞാനത് ഇങ്ങനെ തൊണ്ട് മാത്രം കളഞ്ഞിട്ട് ഇങ്ങനെ ആക്കിയിട്ട് പോയിട്ടോ. അപ്പോൾ ഏകദേശം ഒരു 12:30 മണിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. ഉമ്മിച്ച് അതിൻ്റെ ഇടയിൽ കുഞ്ഞിപ്പെണ്ണിനെ എണ്ണയൊക്കെ തേപ്പിച്ച് കുളിപ്പിച്ച് ഉറക്കി ഒക്കെ കിടത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇപ്പം ഞങ്ങളിനി എങ്ങോട്ടാണ് പോണേന്ന് വിചാരിച്ചിട്ട് പോണേന്ന് കിട്ടണമെങ്കിൽ എന്താണ് കോവക്ക വറക്കാൻ വേണ്ടിയിട്ട് പോവാണ് ഗൈസ്. കാരണം വീടിൻ്റെ സൈഡിൽ വർക്ക് ഏരിയൻ്റെ അവിടെ ഇങ്ങനെ കോവക്ക പടർന്ന് പിടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോഴാണ് നോക്കിയപ്പോൾ
ഒത്തിരി കോവൊക്കെ ഉണ്ടായി നിൽക്കണം. അപ്പോൾ ഞാൻ കട പറഞ്ഞ് നമുക്ക് ഞായറാഴ്ച പറക്കേക്കാക്കാം, അപ്പോൾ വീഡിയോ എടുക്കുമ്പോൾ നമുക്ക് വീഡിയോയിലും കൂടി ആഡ് ചെയ്യാമല്ലോ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഞങ്ങളത് പാത്രമൊക്കെ ആയിട്ട് കോവക്ക ഉറക്കാൻ വേണ്ടിയിട്ട് പോകാൻ കേട്ടോ. ഇക്കാക്കുള്ള ദിവസം ഞാൻ യഥാപി ഇക്കാക്കയുടെ പുറകിൽ ഇങ്ങനെ നടക്കും. ഇക്കാക്ക തലക്ക് സൗകര്യം ഉണ്ടാവില്ല കേട്ടോ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഞാൻ ക്യാമറ ആയിട്ട് നടക്കും, യഥാപി ഒരേന്ന് പറഞ്ഞിട്ട് ഇക്കാക്കയുടെ പുറകിലിരിക്കുന്നത് നടക്കും കേട്ടോ. അപ്പോൾ ഞങ്ങളിതാ എന്താണ് ഇതിന് വേണ്ടിയിട്ട് അങ്ങനെ വന്നിട്ടോ. കുഞ്ഞിപ്പെണ്ണ് ഉറങ്ങുന്ന ധൈര്യത്തിൽ ഞങ്ങൾ കോവക്ക ഉറക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പറിച്ചുകൊണ്ടിരിക്കാൻ കേട്ടോ. ഒത്തിരി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒത്തിരി കോവക്ക ഉണ്ടായിരുന്നു. ഇപ്പോൾ മഴ ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഉണ്ടാവും കേട്ടോ. ഇത് തനിയെ ഇങ്ങനെ ഉണ്ടായി വന്നതാണ് കേട്ടോ. അപ്പോൾ ഞങ്ങളത് അതിങ്ങനെ പറിച്ചുകൊണ്ടിരിക്കാൻ കേട്ടോ. ഈ വീട്ടിൽ താമസം വീട് ഓണർമാരുണ്ട്, പക്ഷെ താമസമായിട്ടില്ല കേട്ടോ. അവർ പുറത്താണ്. അപ്പോൾ ഞങ്ങളിങ്ങനെ പറിക്കാൻ കേട്ടോ. അപ്പോൾ ഉമ്മിച്ച അവിടെ അതാ പണിയിലായിരുന്നു. അപ്പോഴാണ് പറയണത് ചിഞ്ചൊക്കെ വരണുണ്ടെന്ന് കേട്ടോ. പെട്ടെന്ന് ഞങ്ങളുടെ ഒരു പണിയും കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല കേട്ടോ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ. പിന്നെ അവളായതുകൊണ്ട് കുഴപ്പമില്ലല്ലോ, പുറത്തുനിന്ന് ആരും അല്ലല്ലോ എന്ന് വിചാരിച്ച്. അങ്ങനെ അതാ അവൾ വന്നപ്പോൾ പിന്നെ ആ കോവക്കൽ പാത്രം എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ പിന്നെ കുറച്ചും കൂടി വലിയ പാത്രമായിട്ട് ഞങ്ങൾ വന്നിട്ടോ കോവക്ക അരയ്ക്കാനായിട്ട്. അപ്പോൾ അവൾ ഇന്നൂസും അമ്മ ഒക്കെ കൂടിയിട്ട് ഞങ്ങളത് കോവക്ക അരയ്ക്കുകയാണ്. അപ്പോൾ ഉമ്മിച്ച് അവിടെ അടുക്കളയിൽ നല്ല പണിയിലാണ് കേട്ടോ. ഉമ്മിച്ച് ഉച്ചക്കത്തെ ഫുഡൊക്കെ വെക്കണ പണിയിലാണ്. അതുകൊണ്ട് ഉമ്മിച്ചിക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും നീങ്ങാൻ പറ്റുന്നുണ്ടായില്ല കേട്ടോ. ഇക്കാക്ക് അപ്പുറത്തെ കാട്ടിലൊക്കെ കയറി പറിക്കാനാണ് കേട്ടോ. പിന്നെ പേടിയായിട്ട് ഇങ്ങോട്ട് പോകുന്നു ഞങ്ങൾ. അതിൻ്റെ ഇടയിൽ ഞങ്ങൾ അതൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴത്തേനും എന്താ ഉമ്മിച്ച് ഇവിടെ ബിരിയാണിയൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ചെമ്മീൻ ബിരിയാണിയാണ് കേട്ടോ. ബിരിയാണി സെറ്റാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഉമ്മച്ചിത് അതൊക്കെ തുടച്ച് ക്ലീനാക്കി പാത്രമൊക്കെ കഴുകിയിട്ടൊക്കെ പോയി കുളിക്കാൻ വേണ്ടിയിട്ട് പോയിട്ടോ. പിന്നെ നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്യേണ്ടതെന്ന് വിചാരിച്ചിട്ട് എന്താ ഭയങ്കര ഏറ്റവും വലിയ പണിയായ പപ്പടമൊക്കെ ഞാൻ വറുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഉമ്മച്ചി മുട്ട പുഴുങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അതിൻ്റെ തൊണ്ടൊക്കെ കളഞ്ഞ് ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അങ്ങനെ അതാ ഇവർ ചോറ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇരിക്കുകയാണ് കേട്ടോ. അതിൻ്റെ ഇടയിൽ ചിഞ്ചോടും ഉമ്മയും ബാപ്പയും കൂടി വന്നിട്ടോ. അത് പ്രതീക്ഷിക്കാണ്ടായിരുന്നിട്ടോ. അപ്പോൾ എല്ലാവരും ഇപ്പം നല്ല രസമായിട്ടോ. എല്ലാവരും കൂടി വന്ന് വർത്താനൊക്കെ പറഞ്ഞിരിക്കാറുണ്ട് കേട്ടോ. ഉമ്മച്ചി കുളി കഴിഞ്ഞിട്ട് ഇത് രണ്ട് ഉമ്മമാരും കഴിക്കാൻ കേട്ടോ. അപ്പോൾ സാലുമ്മ ഇവിടെ ഉണ്ടായില്ല കേട്ടോ. സാലുമ്മ കുഞ്ഞുമാടെ വീട്ടിൽ പോയൊക്കെ ഇരുന്ന് 2-3 ദിവസമായിട്ടോ പോയിട്ട്. അപ്പോൾ ഉമ്മ ഉണ്ടായിരുന്നില്ല. അങ്ങനെ അതാ ഞാനും കുളിയൊക്കെ കഴിഞ്ഞ് ചോറൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ടിരുന്നു കേട്ടോ. ചോറൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് ഞങ്ങളതാ ഇക്കാക്കയും വാപ്പയൊക്കെ കിടന്ന് ഉറങ്ങുകയാണ്. ഞങ്ങളതാ കുഞ്ഞുങ്ങളുടെ അന്യൂസിൻ്റെയും ഓട്ടവും ചാട്ടവും ഒക്കെ ഇങ്ങനെ കണ്ടിട്ടിരിക്കുകയാണ് കേട്ടോ. അവരത് നടന്നൊക്കെ തുടങ്ങിയിട്ട് അന്യൂസും ഇപ്പോൾ 10 മാസം കഴിഞ്ഞ്. അതിൻ്റെ ഇടയിൽ ഇതാ വൈകുന്നേരമായിട്ടോ. ഞങ്ങൾ പിന്നെ കുറേ നേരം വർത്താനൊക്കെ പറഞ്ഞിട്ടൊക്കെ ഇരുന്നിട്ട് അതിൻ്റെ ഇടയിൽ വീഡിയോ ഒന്നും എടുത്തില്ലതേ. അതിൻ്റെ ഇടയിൽ വൈകുന്നേരമായപ്പോൾ അതാ പാച്ച് വന്നിട്ടുണ്ട് കേട്ടോ. പാച്ച് വന്നു കഴിഞ്ഞിട്ട് ഞങ്ങളിതാ ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ. അപ്പോഴൊരു ക്ലോത്ത് അടിക്കുമെന്ന് പറഞ്ഞിട്ട് ഞാൻ എൻ്റെ വീഡിയോസിലൊക്കെ കാണിക്കുന്നുണ്ടല്ലോ ഡ്രസ്സ് എടുക്കാൻ പോകുന്നത്. അപ്പോൾ അവിടെ വേണ്ടി പോവാണ് കേട്ടോ. അവരുടെ പിള്ളേരൊക്കെ ഓരേന്ന് പറഞ്ഞ് സമാധാനപ്പെടുത്തിയിട്ട് ഞങ്ങളത് അതുങ്ങളൊന്ന് കൊണ്ടുപോകാണ്ട് പോവാണ് കേട്ടോ. അതുങ്ങളൊക്കെ ആയിട്ട് പോയിട്ടുണ്ടെങ്കിൽ പിന്നെ ഡ്രസ്സ് എടുക്കാണ്ട് നമുക്ക് തിരിച്ച് വരാം. ഏക്കത്തിനെയും കൂടി ആ കടയൊക്കെ ഏറ്റിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അവർ തന്നെ നമ്മൾ ഓടിച്ചു വിടും. അന്നൊക്കെ പോലത്തെ അവസ്ഥയായി പോകും. അപ്പോൾ ഞങ്ങളിതാ ഇങ്ങനെ പോവാണ് കേട്ടോ. അപ്പോൾ പോയപ്പോൾ എന്താണ് ഗൈസ്, അവിടെ ഷോപ്പ് തുറന്നിട്ടില്ല. ഞായറാഴ്ച തുറക്കും 6 മണിയാവുമെന്ന് പറഞ്ഞിട്ടാ. അപ്പോൾ 5:30 മണിയായിട്ടുണ്ടായി ഞങ്ങൾ എത്തിയപ്പോൾ. പിന്നെ വീട് തൊട്ടടുത്തിരുന്നും അവിടെ വരെ നിൽക്കേണ്ട ആവശ്യമില്ലല്ലോ. ചിഞ്ച് ഒരെണ്ണത്തിനായിട്ട് കൊണ്ടുവന്നിട്ടുണ്ടായുള്ളൂ. അങ്ങനെ ഞങ്ങളതാ തിരിച്ച് വീട്ടിലേക്ക് വന്നു. പിന്നെ ചായയൊക്കെ കുടിക്കാൻ കേട്ടോ. ചായ കുടിച്ച് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ 6 മണിയായപ്പോൾ പോയി ഡ്രസ്സൊക്കെ എടുത്തിട്ടോ. ഞാനും പാച്ചു എടുത്തില്ല കേട്ടോ. ചിഞ്ചു എടുത്തിട്ടുണ്ടായി. ഞാനും പാച്ചു എടുത്തില്ല കേട്ടോ. കാരണം ഭയങ്കര റേറ്റാണ് അന്നത്തെ കാര്യം അവിടെ. ഞാൻ ഇടയ്ക്കിടയ്ക്ക് പോയി എടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഇത് വലിയ പെരുന്നാളില്ല, അപ്പോൾ ഒരുപാട് റേറ്റിൻ്റെ വേണ്ടാന്ന് വിചാരിച്ചിട്ട് ഞാൻ വല്ല മാക്സിലും സ്റ്റുഡിയോയിലും പോകാമെന്ന് വിചാരിച്ചിരുന്നു കേട്ടോ. പിന്നെ അതാ വൈകുന്നേരം ചായ കൂടിയൊക്കെ കഴിഞ്ഞിട്ട് പിള്ളേരെ കളിയും ചിരിയൊക്കെ കണ്ടാൽ ഞങ്ങളിങ്ങനെ ഇരുന്നിട്ട് അതിൻ്റെ ഇടയിൽ ഒരുപാട് ഇതൊക്കെ വീഡിയോസൊക്കെ സ്കിപ്പ് ചെയ്തിട്ടാണ് എടുക്കുന്നത്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. എൻ്റെ ഞായറാഴ്ചത്തെ വിശേഷം ഇഷ്ടപ്പെട്ട് എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ്